സുഖല്ലേ? ഇന്ന് ഞാനൊരു റെക്കമെൻഡഡ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഓൺലൈനിൽ എങ്ങനെ വേണം അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാനെന്ന്. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ സൈറ്റിൻ്റെ ഉള്ളിലേക്ക് ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലോഗിൻ പറയും. ലോഗിൻ ചെയ്യുന്ന സമയത്ത് കാൻഡിഡേറ്റ് ലോഗിൻ വേണം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദാറ്റ് മീൻസ് സ്റ്റുഡൻറ്റ് ലോഗിൻ. മൊബൈൽ ഫോണിലാണ് എങ്ങനെ ചെയ്യുക എന്നുള്ളത് കാണിച്ചു തരുന്നുണ്ട്. ഓൾമോസ്റ്റ് ഒരുവിധം എല്ലാ സ്റ്റുഡൻസും മൊബൈൽ ഫോണിലാണ് ചെയ്യുന്നത്. ചില ആളുകളൊക്കെ നമ്മളുടെ അക്ഷയയിലും അവിടെയൊക്കെ പോയി ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണിൽ തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയും പാസ്വേഡും കറക്റ്റായി കൊടുക്കുക, ഉള്ളിലേക്ക് ജോയിൻ ചെയ്യാം. ജോയിൻ ആയിക്കഴിഞ്ഞാൽ ഏറ്റവും താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് അസൈൻമെൻറ്റ് എന്നുള്ള ഓപ്ഷൻ കാണാം. ഓക്കെ, അസൈൻമെൻറ്റ് എന്നുള്ള ഓപ്ഷൻ കാണാം. നിങ്ങൾക്കിത് ലാപ്ടോപ്പിലും ചെയ്യാവുന്നതാണ്, മൊബൈലിൽ തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഏറ്റവും താഴോട്ടൊന്ന് സ്ക്രോൾ ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമ്മളുടെ അസൈൻമെൻറ്റിൻ്റെ പോർഷനിലേക്ക് എത്തും. അസൈൻമെൻറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് കാണാൻ പറ്റുക. അപ്പോൾ അതിൽ സെലക്ട് സെമസ്റ്റർ എന്നുള്ളത് നമുക്കിവിടെ ഏത് ഇതാണെന്നുള്ളത് എടുക്കാം കേട്ടോ. നമുക്ക് ഓൾറെഡി നമ്മൾ ഏത് പ്രോഗ്രാമാണോ സെലക്ട് ചെയ്തിട്ടുള്ളത് അത് ഓട്ടോമാറ്റിക്കലി അവിടെ ഫില്ലായിരിക്കും. സെമസ്റ്റർ നമ്മൾ സെലക്ട് ചെയ്യണം. സെമസ്റ്റർ 3യുടെ ആണ് ഇപ്പോൾ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ. ദെൻ വ്യൂ എന്നുള്ള ഓപ്ഷൻ കൊടുത്തു. തൊട്ട് താഴത്ത് നമ്മുടെ അസൈൻമെൻറ്റ്സിൻ്റെ ഡീറ്റെയിൽസ് വന്നു. നമുക്കൊന്ന് ജസ്റ്റ് ഇങ്ങനെ റൈറ്റ് സൈഡിലേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡീറ്റെയിൽസ് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞതൊക്കെ ഇങ്ങനെ സബ്മിറ്റഡ് എന്ന് കാണിച്ചിട്ടുണ്ട്. അത് ഞാൻ ഓൾറെഡി ഒക്കെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ ഒരു BA ഇംഗ്ലീഷിൽ ഹ്യൂമനിസം ആൻഡ് ലോജിക് എന്നുള്ള ഒരു ഇതിൽ മാത്രം ഒരു ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അതിലത്തെ ഒരെണ്ണം ഞാൻ സബ്മിറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ റെക്കോർഡ് ചെയ്യണം കേട്ടോ. അപ്പോൾ സബ്മിറ്റ് ചെയ്യാത്ത എല്ലാവരുടെയും ഇവിടെ അങ്ങനെ പെൻഡിങ് എന്നായിരിക്കും കാണിക്കുന്നുണ്ടാവുക. ജസ്റ്റ് ഒന്നുമില്ല. അപ്പോൾ നമ്മൾ അസൈൻമെൻറ്റിൻ്റെ ഓപ്ഷൻ എടുത്തു. ഇവിടെ വ്യൂ അസൈൻമെൻറ്റ് 1 ഉണ്ട്, അസൈൻമെൻറ്റ് 2 ഉണ്ട്. അപ്പോൾ നമ്മൾ അസൈൻമെൻറ്റ് 1 ഓൾറെഡി ഇവിടെ ചെയ്തിട്ടിട്ടുണ്ട്. അസൈൻമെൻറ്റ് 2 ആണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ജസ്റ്റ് എല്ലാവരും ശ്രദ്ധിച്ചോളൂ. വ്യൂ അസൈൻമെൻറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. വ്യൂ അസൈൻമെൻറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് വരുന്നുണ്ടാവുക. അതിൽ അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻ 2 എന്നായിരിക്കും ഉണ്ടായിരിക്കുക. നമുക്ക് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നുള്ളത് ഇവിടെ വ്യൂ ചെയ്യാൻ പറ്റും. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കുള്ള ക്വസ്റ്റ്യൻസ് നോക്കാൻ വേണ്ടി പറ്റും. അത് നമുക്ക് വേറെ ഒന്ന് സെലക്ട് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ജസ്റ്റ് ഫസ്റ്റത്തെ അസൈൻമെൻറ്റ് വയ്ക്കുമ്പോൾ ക്വസ്റ്റ്യൻ 1 എന്നും സെക്കൻഡത്തെ അസൈൻമെൻറ്റ് വയ്ക്കുമ്പോൾ ക്വസ്റ്റ്യൻ 2 എന്ന് തന്നെയാണ് അവിടെ വരുന്നത്. നമുക്ക് നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആക്കാനൊന്നും ഇവിടെ പറ്റുന്നില്ല കേട്ടോ. അപ്പോൾ അത് ആലോചിച്ചാലും വിഷമിക്കണ്ട. അതിൻ്റെ കുറച്ച് താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഓൺലൈൻ സബ്മിഷൻ എന്ന് കാണാം. ജസ്റ്റ് ഓൺലൈൻ സബ്മിഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. പിന്നെ ഇവിടെ കാണുന്നത് ചൂസ് ഫയലാണ്. നമ്മൾ ചൂസ് ഫയൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഫോണിൽ നമ്മൾ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുള്ള നമ്മളുടെ അസൈൻമെൻറ്റ്സിൻ്റെ ഇവിടേക്ക് എത്തും. അപ്പോൾ ഇതിൽ ഞാൻ ഓരോ സബ്ജക്റ്റ് നിങ്ങളിത് ശ്രദ്ധിക്കണേ. നമ്മൾ ഓരോ സബ്ജക്റ്റിൻ്റെയും PDF എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഫോട്ടോസ് എടുക്കുമല്ലോ, അതിനെ PDF ആക്കുമ്പോൾ ഓരോ സബ്ജക്റ്റ് ആ പ്രോഗ്രാമിൻ്റെ ആ സബ്ജക്റ്റിൻ്റെ പേര് എഴുതുക. 1 ആണെങ്കിൽ 1, 2 ആണെങ്കിൽ 2 എന്ന് പറഞ്ഞിട്ട് തന്നെ സേവ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഇവിടെ കണ്ടില്ലേ, ഹിസ്റ്ററി ഓഫ് ബ്രിട്ടൻ 1, ഹിസ്റ്ററി ഓഫ് ബ്രിട്ടൻ 2. അപ്പോൾ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി കുറച്ചും കൂടെ ഈസി ആയിരിക്കും. അതേപോലെ ഇൻട്രൊഡക്ഷൻ ടു ലിറ്ററേച്ചർ ജോണറിൻ്റെ 1st, 2nd, ഇംഗ്ലീഷ് ഫോർ ബിസിനസ് ആൻഡ് പ്രൊഫഷൻ്റെ 1st, 2nd, ഹ്യൂമനിസം ആൻഡ് ലോജിക്കിൻ്റെ 1st, ഇവിടെ 2nd. ഓക്കെ, അപ്പോൾ ഇതിൽ എൻ്റെ ലിറ്ററേച്ചർ ആൻഡ് കണ്ടംപററിയിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. ഞാൻ സൈൻ ചെയ്യാൻ വേണ്ടി ഫ്രണ്ട് പേജിൽ നമ്മൾ സൈൻ ചെയ്യണമല്ലോ, അത് ഞാൻ മറന്നു പോയിരുന്നു. അപ്പോൾ വീണ്ടും ഒന്നും കൂടെ അപ്ഡേറ്റ് ചെയ്തതുകൊണ്ടാണ് 2nd ഒന്നും കൂടെ PDF എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ PDF ഒക്കെ തയ്യാറാക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, PDFൻ്റെ MB 10 MBയിൽ കുറവായിരിക്കണം. 10 MBയിൽ കുറവാണെങ്കിൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുക, സബ്മിഷൻ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഞാൻ ഹ്യൂമനിസം ആൻഡ് ലോജിക്ക് 2 ആണ് കേട്ടോ എടുക്കുന്നത്. 8.86 MB ആണ് അതിലുള്ളത് PDF. ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ എഴുതിയത് കറക്റ്റ് ആണോ ശരി തന്നെയാണോ എന്നുള്ളത് നിങ്ങൾക്ക് ജസ്റ്റ് ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടി പറ്റും. ഇതിപ്പോൾ ഞാൻ എഴുതി തയ്യാറാക്കിയ ഒരു അസൈൻമെൻറ്റിൻ്റെ PDF ആണ്. ഞാനത് PDF ആക്കി മാറ്റിയതാണ്. അപ്പോൾ അത് കറക്റ്റ് ആണോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതുപോലെ നിങ്ങൾക്കും ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടി പറ്റും. ഫയൽ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഫൈനൽ സബ്മിഷൻ കൊടുക്കണ്ട, വ്യൂ ഫയൽ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. നമ്മൾ കൊടുക്കുന്നത് കറക്റ്റാണ് എന്നുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, ഫൈനൽ സബ്മിഷൻ എന്നുള്ള കാര്യം ക്ലിക്ക് ചെയ്യാം. ഫൈനൽ സബ്മിഷൻ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഓൾറെഡി ഇവിടെ നമുക്കൊരു നോട്ടിഫിക്കേഷൻ വരും. ആർ യു ഷുവർ യു വാണ്ട് ടു സബ്മിറ്റ് ദി അസൈൻമെൻറ്റ്, പ്ലീസ് വെരിഫൈ ദി അസൈൻമെൻറ്റ് ബിഫോർ സബ്മിഷൻ ആസ് ഇറ്റ് കനോട്ട് ബി റിവേഴ്സ്ഡ് ഓർ എഡിറ്റഡ് വൺസ് സബ്മിറ്റഡ്. ഒരു വട്ടം നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വീണ്ടും നമുക്കിത് എഡിറ്റ് ചെയ്യാനൊന്നും പറ്റില്ല എന്നാണ് പറയണത്. പക്ഷേ എനിക്ക് ഒരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചെക്ക് ചെയ്യുന്നതിന് മുൻപാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്, നമുക്ക് ഒന്ന് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് ചെയ്തിട്ടുണ്ടായിരുന്നു.
അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ഫസ്റ്റ് ടൈം തന്നെ കറക്റ്റായിട്ട് ചെയ്യുക. വീണ്ടും വീണ്ടും അതിൽ പോയി പിന്നെ ചെയ്യണ്ടല്ലോ. അപ്പോൾ ഫസ്റ്റ് ടൈം തന്നെ കറക്റ്റായിട്ട് ചെയ്യുക. അപ്പോൾ ഇതിൽ ഞാൻ ഓക്കെ കൊടുക്കാൻ പോവാണ്. ഞാൻ ഓക്കെ കൊടുത്തു. ഇവിടെ മുകളിൽ ഒരു നോട്ടിഫിക്കേഷൻ വരും. നെറ്റിൻ്റെ ഒരു ചെറിയ ലാഗ് ഉണ്ട്. അപ്പോൾ ഇവിടെ മുകളിലൊരു ലൈൻ കണ്ടില്ലേ, അത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ സബ്മിഷൻ ഓക്കെ ആയിട്ടുണ്ടാവും. ഓക്കെ, യുവർ അസൈൻമെൻറ്റ് ഹാസ് ബീൻ സബ്മിറ്റഡ് സക്സസ്ഫുള്ളി. സക്സസ് ആയിട്ടുണ്ട്, ഓക്കെ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ നമുക്ക് എന്തെങ്കിലും നമ്മൾ അസൈൻമെൻറ്റ് വെച്ചതിൽ നമുക്ക് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ വാല്യുവേഷൻ സ്റ്റാറ്റസ് കണ്ടില്ലേ, നോട്ട് ഇനീഷ്യേറ്റഡ് എന്നുള്ളത് കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് അപ്ഡേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ കൊടുത്തത് വേറൊരു സബ്ജക്റ്റിൻ്റെ അസൈൻമെൻറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ചൂസ് ഫയൽ അപ്ഡേറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ചൂസ് ഫയൽ എന്നുള്ളത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി സേവ് ചെയ്ത് വെച്ച ഫയലിലേക്ക് പോവും. അത് സെലക്ട് ചെയ്യുക. റിമാർക്സിൻ്റെ അവിടെ നമുക്ക് എന്താണോ മിസ്റ്റേക്ക് പറ്റിയത് അതിവിടെ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് അപ്ഡേറ്റ് എന്നുള്ളത് കൊടുക്കാം. ഓക്കെ, അങ്ങനെയുള്ളൊരു ഓപ്ഷനും കൂടെ ഇവിടെ ഇപ്പോൾ നിലവിലുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഗോ ബാക്ക് അടിച്ച് ഇത് ജസ്റ്റ് ഞാനൊന്ന് കമ്പ്യൂട്ടർ മോഡിലേക്ക് ആക്കണുണ്ട് കേട്ടോ. മൊബൈൽ ഫോൺ മോഡാണ്. മൊബൈൽ ഫോണിൽ നിന്ന് കമ്പ്യൂട്ടറിലേക്ക് ആക്കുന്നത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് മുകളിലുള്ള 3 ഡോട്ട് ക്ലിക്ക് ചെയ്യുക. താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഡെസ്ക്ടോപ്പ് സൈറ്റിൽ നിന്നുണ്ടാവും. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കമ്പ്യൂട്ടർ മോഡിൽ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ്, അസൈൻമെൻ്റ് ആണ് നമ്മളിപ്പോൾ ചെക്ക് ചെയ്യണത് അല്ലേ. ജസ്റ്റ് അസൈൻമെൻറ്റിന് ഇത് ക്ലിക്ക് ചെയ്തു. സെമസ്റ്റർ എടുത്തു. സെമസ്റ്റർ 3 ആണ്. ദെൻ വ്യൂ എന്നുള്ളത് കൊടുത്തു. ഇവിടെ നമ്മൾ ചെക്ക് ചെയ്താൽ എല്ലാതും സബ്മിറ്റ് ആയിട്ടുണ്ട്. ഇതിലിപ്പോൾ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടെന്നുണ്ട് വെച്ചെങ്കിൽ എന്താണ്, നമ്മൾ ചെയ്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ട് വെച്ചെങ്കിൽ വ്യൂ അസൈൻമെൻറ്റ് എന്ന് എടുത്തതിന് ശേഷം നമുക്കിവിടെ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. നോട്ട് ഇനീഷ്യേറ്റഡ് ആണെങ്കിൽ മാത്രം അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഓൺലൈനിൽ തന്നെ നമ്മുടെ അസൈൻമെൻറ്റ്സ് ഒക്കെ സബ്മിറ്റ് ചെയ്യുക, ഫുൾ മാർക്ക് മേടിക്കുക. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി കാണാം.